ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാം പാക്ക് ചെയ്തു. നാളെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇന്ന് മമ്മിയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതിന് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. അങ്ങനെ നീണ്ട 7 വർഷത്തെ കൊച്ചി ലൈഫിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കൊച്ചി മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ കൊച്ചി മിസ് ചെയ്യും. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ നൈറ്റ് ഡ്രൈവ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഫുഡടി മിസ് ചെയ്യും. പിന്നെ ഷോപ്പിംഗ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊച്ചി മിസ് ചെയ്യും. എന്നാലും നമുക്ക് സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്തായാലും റെൻ്റൽ ഹൗസിൽ താമസിക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മമ്മിയുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പോണ വഴി മമ്മിക്കും പപ്പയ്ക്കും ഉള്ളൊരു കേക്ക് മേടിക്കണം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്നാണ് കേക്ക് മേടിക്കുന്നത്. ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവർ ഇതിൽ തൊടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത് നല്ല കേക്കായിരിക്കും, റിയൽ കേക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇവരാണ് എന്നോട് പറഞ്ഞത് അമ്മ ഇത് റിയൽ കേക്കല്ല, ഇത് ഡമ്മി കേക്കാണ്. അങ്ങനെ നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്ന് ഒരു ഫ്രഞ്ച് ഫോറസ്റ്റ് കേക്ക് മേടിച്ച് അപ്പോൾ ആനിവേഴ്സറിക്ക് അവരുടെ പപ്പയുടെ മമ്മിയുടെ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് നമ്മൾ കേക്ക് മേടിച്ച് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, ഞങ്ങൾ മക്കൾ മാത്രം. അതും മക്കളിലെ എല്ലാവരും ഇല്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പരിപാടി. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്കിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി പപ്പ ആൻഡ് മമ്മീന്ന്. അപ്പം 5 മിനിറ്റിനുള്ളിൽ അവരത് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ ഈ ഷോപ്പ് അടയ്ക്കാറായപ്പോഴാണ് വന്നത്. ഏകദേശം 9:30 ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് ഒതുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത്. പിന്നെ ജോലി കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ഷട്ടർ താത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അവർ ഷട്ടറൊക്കെ തുറന്നു തന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. പാർക്കുട്ടിക്ക് ലിഫ്റ്റ് കയറാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവൾ ഓടി കയറും. ഒരു പ്രാവശ്യം അവൾ ലിഫ്റ്റിൽ തന്നെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അവൾ അതിൽ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് അവൾക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ വീട്ടിലെത്തി. പപ്പയും മമ്മിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് നിങ്ങളുടെ കേട്ടില്ല. കണ്ടാ കേട്ടില്ല. മുടി കെട്ടിയിട്ട് ഇന്നാണ് കേട്ടോ മമ്മീനെ കാണുന്നത്. മമ്മിയുടെ മുടി എങ്ങനെയുണ്ടെന്ന് മമ്മിക്ക് ചോദിച്ചു നോക്കാം. ഇത്രയും നാൾ അവർ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കെട്ടിച്ചു വിടുന്നതിൻ്റെ പ്രാരാബ്ദവും അതൊക്കെ ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ 5 പേരാണ്, 4 പെണ്ണും 1 ആണും. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് 5 പേരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് 4 പേരെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി. എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും സെറ്റിലായി. അപ്പം എല്ലാവരും ഒന്ന് സെറ്റിലായി. ഇപ്പോഴൊക്കെയാണ് ഒരു 3-4 വർഷമായതേ ഉള്ളൂ ഞങ്ങളിങ്ങനെ മമ്മിയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ഏറ്റവും നല്ലൊരു ടൈമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല മെമ്മറീസ്. പിന്നെ നമ്മളെപ്പോഴും എല്ലാവരും കൂടെ ഒരുമിക്കുന്ന വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെ നല്ല ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് പപ്പ വന്നപ്പോൾ ചക്കയൊക്കെ വെട്ടി അടർത്തി കൊണ്ടുവന്നു. എറണാകുളത്ത് കൊണ്ടുവന്ന് മമ്മി അത് കറി വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പം നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസം പപ്പായും വരുന്നുണ്ട് ഞങ്ങൾ വീട് മാറാനായിട്ട് വരുമ്പോഴത്തേക്കും. ഇപ്പം ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ കൊച്ചി ലൈഫിന് ഏകദേശം ഞങ്ങൾ കൊച്ചിയിൽ താമസത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അടുപ്പമായതും പരിചയമായതും ആയ വീടാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ കൊച്ചിയിൽ താമസിച്ചിട്ട് സെക്കൻഡ് ഞങ്ങൾ റെൻ്റലിന് എടുത്ത വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്സ്റ്റെയറിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരുപാട് മെമ്മറീസ് തന്ന ഒരു നല്ല പ്ലേസ് ആയിരുന്നു. അതെ, ഇതൊക്കെയാണ് പാറുവിന്റെ തറവാട്. പാറു ഉമ്മോടുക്ക, ചിന്തമ്മയ്ക്കൊക്കെ കൊടുക്ക്. പാറുവിന് നാണം. ഞങ്ങളുടെ പാറക്കുട്ടിയുടെ തറവാട് ഇവിടെയാണ്. പാറക്കുട്ടി വളർന്നത്. പാറക്കുട്ടീൻ്റെ 7 മാസമായപ്പോൾ തൊട്ട് ഞങ്ങൾ ഇവിടെ ആട്ടോ വിട്ടിരുന്നത്. പാറക്കുട്ടീനെ നോക്കിയിട്ടും പാറക്കുട്ടിക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നതും എന്ന് വേണ്ട സകല കാര്യങ്ങളും എന്നെ അമ്മ എന്നുള്ള നിലയിൽ എന്നെക്കാളും കൂടുതൽ പാറുവിനെ കൂടുതൽ അറിയാവുന്നവരാണ് ഇവര്. അപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. അപ്പൊ ഇത് നിക്സൺ അങ്കിള്, ഇത് ലാലി ആൻറ്റി അല്ലേ പാറു? അപ്പോൾ ഞങ്ങൾ 7 വർഷമായി എറണാകുളം വന്നിട്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാനൊക്കെ ആയിട്ട് വന്നതാണ്. അതെ, വിട പറയുകയാണ്. നിങ്ങളെവിടെ പോണ്? ഇതിങ്ങനെ ചേട്ടനനിയന്മാരുടെ ഒക്കെ അടുത്തടുത്ത് വീടുകളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും പാറുവിന് അടുത്തടുത്തുള്ള ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര നല്ല കണക്ഷനാണ് കേട്ടോ. അത്രയും നമുക്ക് സേഫായിട്ട് നമ്മുടെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയ, എനിക്ക് എൻ്റെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് എൻ്റെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ ഇവിടെയാണ് കൊണ്ടുവിടുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും നോക്കുന്ന പോലെ അവർ നോക്കിക്കോളും. അപ്പം ഇത് നമ്മുടെ വീടിനടുത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് കാണുമ്പം ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ് ആണല്ലോ. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ അതവിടെ കിടന്നോളും. ഇതെൻ്റെ വർക്ക് കഴിയുന്ന ഒരു 5:30 ടൈമിലൊക്കെ ഞങ്ങൾ 5:30 അല്ലേ 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും കളിക്കാൻ പോകുന്നൊരു സ്ഥലമാണ് മെയിനായിട്ടും. കാരണം നമ്മൾ റെൻ്റൽ ഹൗസ് ആകുമ്പോൾ നമുക്ക് അവിടെ മിറ്റമില്ല, കളിക്കാൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടേതായൊരു മക്കളുമായിട്ടൊരു നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ. അതിനായിട്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാവരും മീൻസ് അവിടെയുള്ളവരൊക്കെ എന്നോട് ചോദിക്കും, ചിക്കു ഇവരുടെ കൂടെ കളിക്കാനൊക്കെ കൂടുന്നു. ഞാൻ എല്ലാ കളികൾക്കും ഇവരുടെ കൂടെ വിളിച്ചേണ്ടേ. സാറ്റ്, ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ സൈക്ലിങ്, പിന്നെ ഇവരുടെ ഓട്ടം, ചാട്ടം, എല്ലാ കളിക്കും ഞാൻ ഇവരോട് കൂടും കേട്ടോ. കാരണം നമുക്ക് പിള്ളേരുടെ കൂടെ അടിച്ചു പൊളിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ തിരിച്ച് കിട്ടുമല്ലോ. അപ്പം നമ്മൾ പിന്നെ എന്തിനാണ് ഈ തള്ളവായി പഠിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ കളികൾക്കും ഇവരുടെ കൂടെ ഞാൻ കൂടാറുണ്ട്. അവന് വീഡിയോ എടുത്ത് കൊടുക്കണം, അവന് സ്കിഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ അവനെ എൻ്റെ വായിലേക്ക് സ്കിഡ് ചെയ്ത പൊടി മുഴുവൻ കയറ്റി വിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ താമസിച്ച വീടാണിത്. അപ്പോൾ ഇതിനോട് നമ്മൾ യാത്ര പറഞ്ഞ് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വീട്ടിൽ വന്നു. സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി. സാധനങ്ങളൊക്കെ ഓരോ ദിവസമായിട്ട് ഇനി അടുക്കി പെറുക്കി വെക്കണം. ഇതാണ് നമ്മുടെ വീട്. സിറ്റി ലൈഫിൽ നിന്ന് നമ്മൾ ഈ പച്ചപ്പ് ഹരിതാഭയൊക്കെ തേടി വന്നു കഴിയുമ്പോഴല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഇതാണ്. ഭയങ്കര ചൂടും പൊല്യൂഷനും വെള്ളമാണെങ്കിലും ഭയങ്കര മോശം.
അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീട് എന്തായാലും നമ്മൾ സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ കാണാം. വെക്കേഷൻ ആയാൽ ഇങ്ങനെ ചില അഭ്യാസ പ്രകടനങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് പിള്ളേർ അല്ലേ. വെക്കേഷന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയുടെ പിള്ളേരാണ്. ചേച്ചി എന്ന് പറയുമ്പം എൻ്റെ നാമ്പനായിട്ട് വരും. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരൊക്കെ വന്ന് 2 ദിവസം നിന്നു. അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ അവർ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു പുഴയാണ്. പണ്ട് മുതലേ ഇവിടെ ഇവരൊക്കെ വരാറുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട്. ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല. ഇത് നമ്മുടെ പുഴയുടെ അവിടെ നിന്നൊരു ചെടിയാണ് കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ചോര കയ്യിൽ വന്നു എന്നും പറഞ്ഞ് വീട്ടിലൊക്കെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.